വൈദ്യുതി ബിൽ 3.5 കോടി. ശബരിമലയിൽ സോളാർ പദ്ധതി നടപ്പായില്ല. മണ്ഡലം മകരവിളക്ക് സീസണിൽ മാത്രം ദേവസ്വം ബോർഡ് KSEBക്ക് അടയ്ക്കുന്നത് 3.5 കോടിയിലേറെ രൂപയാണ്. മാസപൂജയുടെയും വിശേഷ ദിവസങ്ങളുടെയും വേറെ. ഇതൊന്നും കൊടുക്കാതിരിക്കാൻ ദേവസ്വം ബോർഡിന് മുന്നിൽ വഴിതെളിഞ്ഞിട്ടും നടപടികൾ എങ്ങുമായില്ല. ശബരിമലയിൽ സോളാർ പദ്ധതിയുടെ 2 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയാണ് മെല്ലെപ്പോക്ക് വിനയായത്. ശബരിമലയിൽ സോളാർ പദ്ധതിയിലൂടെ 2 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിക്കാണ് മെല്ലെപ്പോക്ക് വിനയായത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സോളാർ പദ്ധതി നടപ്പാക്കിയ സിയാൽ ഇതിനുള്ള സാങ്കേതിക സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. വിദഗ്ധർ ശബരിമലയിലെത്തി വിശദമായ പഠനം നടത്തി അനുകൂലമായ റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. പദ്ധതിക്ക് ഫെഡറൽ ബാങ്ക് സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ സന്നദ്ധമായി എത്തിയതോടെ ദേവസ്വം ബോർഡിന് ചെലവൊന്നുമില്ലായിരുന്നു. ഫെഡറൽ ബാങ്കിന്റെ സഹകരണത്തോടെ 10 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് ആവിഷ്കരിച്ചത്. ശബരിമലയിൽ സോളാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ ആവശ്യം കവിഞ്ഞ് അധികം വരുന്നത് KSEBക്ക് നൽകി വരുമാനം നേടാനും സാധ്യതയുണ്ടായിരുന്നു. ഇതിനൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലും സോളാർ വൈദ്യുതി പദ്ധതി നടപ്പാക്കാൻ ആലോചനയുമുണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിലുള്ള പ്രധാന ക്ഷേത്രങ്ങൾ തിരഞ്ഞെടുത്ത് പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തെങ്കിലും പദ്ധതി അവിടെ അവസാനിച്ചു. പദ്ധതി നടപ്പാക്കാൻ ദേവസ്വം വൈദ്യുതി വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉപസമിതിയും രൂപവൽക്കരിച്ചിരുന്നു. അന്നദാന മണ്ഡപം, പിൽഗ്രിം സെന്റർ, വലിയ നടപ്പന്തൽ എന്നിവയ്ക്ക് മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച വൈദ്യുതി ഉൽപാദനത്തിനായിരുന്നു ആലോചന. ഇതിന് പിന്നാലെ പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലും പദ്ധതി വ്യാപിപ്പിക്കാനും തീരുമാനമുണ്ടായിരുന്നു. കാലപ്പഴക്കമുള്ള വൈദ്യുതി ലൈൻ മാറ്റിയാലേ സോളാർ പദ്ധതി നടപ്പാക്കാനാവൂ എന്ന് KSEB അറിയിച്ചതോടെയാണ് പ്രതിസന്ധി ഉണ്ടായതെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. നിലവിലെ ലൈൻ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ ആവില്ലെന്ന് അറിയിച്ചതോടെ പദ്ധതിയോട് ബോർഡ് താൽപര്യം കാണിച്ചില്ല. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് 4.5 കിലോമീറ്റർ ദൂരം ബദൽ ലൈൻ വേണമെന്ന KSEBയുടെ ആവശ്യം സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ബോർഡ് നിരസിച്ചു. ഏതെങ്കിലും കേന്ദ്ര പദ്ധതിയിൽപ്പെടുത്തി മൂഴിയാറിൽ നിന്നുള്ള 66 kV ലൈൻ 110 ആയി ഉയർത്തി ഇത് പരിഹരിക്കാൻ KSEB ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്.